ഈശോയിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരി താങ്ക്സ്. ഇന്നൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഏപ്രിൽ 22 ഒരുപാട് പേര് വിഷ് ചെയ്തു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. കുറേ പേരൊക്കെ പരിശുദ്ധ കുർബാനയിൽ എന്നെ ഓർത്തതിന് പ്രത്യേകിച്ച് നന്ദി പറയാണ്. ഈശോയുടെ അൾത്താരയുടെ മുമ്പിൽ കഴിഞ്ഞ ഒരു 9 വർഷം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വലിയ കൃപ എന്നെ സഹായിച്ചു. പൗലോസ്ലീഹയൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ കൃപ എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് നിൽക്കുന്നത് നിങ്ങളൊക്കെയാണ്. ഈ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയൊക്കെ ഇത് കാണുകയും ഒപ്പം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഈശോയുടെ അൾത്താരയുടെ മുമ്പിൽ ഈശോയെ വിഷമിപ്പിക്കാതെ നിൽക്കാൻ പറ്റിയത്. ആ ഒരു ആ ഒരു കൃപ തീർച്ചയായിട്ടും ഈശോയുടെ ജനം, ഈശോയുടെ ഒരു പുരോഗതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി മുട്ടുകുത്തി നിൽക്കാൻ കുറേ പേരുള്ളത് കൊണ്ട് ഞാനിങ്ങനെ നേരെ നിൽക്കുന്നു. 9 വർഷം പൂർത്തിയാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മുട്ടായി തരണം എന്ന് ആഗ്രഹമുണ്ട്. മുട്ടായിക്ക് പകരം ഇന്ന് ഈ ടോക്ക് പൂർത്തിയാക്കുമ്പോൾ ഒരാശീർവാദം കൂടെ തന്ന് നമ്മൾ ഇന്നത്തെ നൈറ്റ് ടോക്ക് പൂർത്തിയാക്കും. ഒത്തിരി താങ്ക് യു. ഒരുപാട് പേര് വിഷ് ചെയ്തതിന്, പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി. ഇനിയും ഈശോയുടെ മുമ്പിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഒരു ദിവസം ഈശോയുടെ തിരുവത്താഴ ശുശ്രൂഷ, ഈശോയുടെ പിന്നെ അത്താഴത്തിൻ്റെ മേശ, ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകനായി 9 വർഷം പൂർത്തിയാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പൗലോസ്ലീഹായോട് ചേർന്ന് ഒരു വചനം നിങ്ങളോടൊന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ പൗരോഹിത്യ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു വചനത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ ഒതുക്കി തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വചനം നിങ്ങളൊന്ന് വായിച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 20 അതിൻ്റെ 24 വാക്യമാണ്. ആക്സ് 20:24. എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫ് മുഴുവൻ ഈ ഒരൊറ്റ വചനമാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുകയാണ്. 20:24 ഇങ്ങനെയാണ്: എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൗലോസ്ലീഹയെ പോലെ അത്രയും കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. പക്ഷേ പൗലോസ്ലീഹയൊക്കെ ഇങ്ങനെ ഈ അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ പറയുന്നില്ലേ, 26 അധ്യായത്തിലൊക്കെ ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായമൊക്കെ എനിക്കുണ്ട്, ഞാൻ കർത്താവിനെ പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നില്ലേ. ചിലപ്പോൾ കൊതി തോന്നാറുണ്ട്, ദൈവമേ എനിക്കും പൗലോസ്ലീഹയെ പോലെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ഇനി എനിക്ക് അത്രയും നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒത്ര വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റിയോ, ഞാൻ എൻ്റെ ഈശോയെ നിന്നെ വിഷമിപ്പിച്ചോ, ഒന്നും അറിയില്ല. എല്ലാം അവൻ്റെ കൃപയും അവിടുത്തെ സ്നേഹവും ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ശരിക്കും ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. കർത്താവ് വില കൊടുത്ത് മേടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെയും നിങ്ങളെയൊക്കെ പേഴ്സണലി അഫക്റ്റ് ചെയ്യണ, അല്ലെങ്കിൽ പോസിറ്റീവ്ലി അഫക്റ്റ് ചെയ്യണ വചനമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് കരുതുന്നത്. നമ്മളിപ്പോൾ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനായാലും, നിങ്ങൾ കുടുംബജീവൻ നയിക്കുന്നവരുണ്ട്, സന്യസ്തരുണ്ട്, യുവതിയുവാക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, ഏത് പ്രായത്തിൽ സ്റ്റാറ്റസിലുള്ളവരാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് ലോകം തന്ന വിലയോ നമ്മൾ തന്നെ ഇട്ടൊരു വിലയോ അല്ല. ചിലപ്പോൾ ലോകം നമ്മളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞേക്കാം, നമുക്ക് തന്നെ നമ്മളെ കൊണ്ട് ഇപ്പം എന്നെ കാണിക്കാനതൊക്കെ തോന്നിയേക്കാം. പൗലോസ്ലീഹ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടല്ല. കർത്താവ് തന്നൊരു മൂല്യമുണ്ട്, കർത്താവ് തന്നൊരു വിലയുണ്ട്. നമ്മൾ ഈ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇല്ലേ, ലോകത്തിന് മുമ്പിൽ നീ വിലയില്ലാത്തൊരു അങ്ങനെയൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ വലുതാണ്, കർത്താവിന് പ്രിയങ്കരനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഈ വചനം പറഞ്ഞ് നമ്മളിത് പൂർത്തിയാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ ഒത്തിരി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വൈദികരെയും ഒന്ന് മനസ്സിലോർത്തൊന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ വികാരിച്ചൻ, നിങ്ങളുടെ പള്ളിയിൽ ഒരു കൊച്ചച്ഛൻ ഉണ്ടെങ്കിൽ കൊച്ചച്ഛൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുള്ള എല്ലാ വൈദികരും, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് വൈദികരുണ്ട്. ഞാനായിരിക്കുന്ന ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് സഭയിൽ ഒത്തിരി വൈദികരാണ്. മിഷൻ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, അവരുടെ വലിയ മിനിസ്ട്രികൾ ചെയ്യുക. ഒത്തിരി ഡിഫിക്കൽട്ടായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഒരുപാട് വൈദിക വിദ്യാർത്ഥികൾ സഭയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ സകല വെല്ലുവിളികളെയും അതിജീവിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് വൈദിക വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാമോദീസ നിങ്ങളേക്ക് തന്ന വൈദികനെ ഓർമ്മയുണ്ടെങ്കിൽ ആ വൈദികനെ ഒന്ന് ഓർത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും അനുഗ്രഹമാണ്. അത് ഞാനൊരു വൈദികനായതുകൊണ്ട് പറയല്ല കേട്ടോ. ഈ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ട് മാറുന്നത് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ഹോംവർക്കാണിത്. എല്ലാ വൈദികർക്ക് വേണ്ടി, ഓർമ്മയുള്ള എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വികാരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട വികാരിച്ചതിന് വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന വൈദികർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ പ്ലീസ് ഫോർഗീവ് അസ്. എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ വൈദികരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ വാക്കുകളിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം,
എന്തെങ്കിലും തരത്തിലൊരു സങ്കടം നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും സങ്കടത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് തന്നേക്കാം. അതുകൊണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് സങ്കടം തോന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം വൈദികരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമിപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും തരത്തിൽ എവിടുന്നെങ്കിലുമൊക്കെ വൈദികരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വേദന, മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് അസ്. ആ വേദനിപ്പിച്ച വൈദികന് വേണ്ടിയും കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കുന്നു ഓർത്താ? നിത്യപുരോനായ ഈശോ എന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം. അത് മാത്രം പോരാ, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായം തീർക്കോട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ജോൺ 17:15-17, ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈശോയുടെ ഹൈ പ്രീസ്ലി പ്രെയർ എന്നാണ് പറയുക. ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥന. ഈ പുരോഹിതരായിരിക്കുന്ന ഈ അപ്പസ്തോലന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്, ശിഷ്യന്മാർക്ക് വേണ്ടി. അത് ഈ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലൊരു അധ്യായമാണ് യോഹന്നാൻ 17. പ്രത്യേകിച്ച് ഈ 3 വചനങ്ങൾ 15, 16, 17 വാക്യങ്ങൾ കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ അതൊന്ന് വായിക്കുക. എന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാവുന്ന അച്ഛന്മാർക്കെല്ലാം ആ വചനം ഒന്ന് അയച്ചു കൊടുത്തിട്ട്, അച്ഛാ ഐ എം പ്രേയിങ് ഫോർ യു, ചുമ്മാ ഒരു മെസ്സേജ് അയച്ചേര്. സന്തോഷമാവട്ടെ, കർത്താവിന് സന്തോഷമാവട്ടെ. അപ്പോൾ എല്ലാ വൈദികർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദിവസം ഓർത്തതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. 10-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഡെക്കേഡ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഈശോ എന്താണ് നമ്മുടെ മുമ്പിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് അനുഗ്രഹത്തോടെ പൂർത്തിയാക്കാൻ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.